ഇറാൻ യുദ്ധം അറിയേണ്ടതെല്ലാം. ഇറാൻ ഒരു പശ്ചിമേഷ്യൻ രാജ്യമാണ്. ഇറാൻ്റെ ക്യാപിറ്റലാണ് തെഹ്റാൻ. അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജാണ് പേർഷ്യൻ. 1979 വരെ ഇറാൻ ഭരിച്ചിരുന്നത് ഷാ ഭരണകൂടമാണ്. അവിടുത്തെ ആദ്യ പരമാധികാരിയാണ് റുഹോല്ല ഖൊമേനി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1979 മുതൽ 1989 വരെയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷമാണ് രണ്ടാമത്തെ പരമാധികാരിയായി അയത്തുള്ള അലി ഖമനേയി അധികാരമേൽക്കുന്നത്. അദ്ദേഹം 1981 മുതൽ 1989 വരെ ഇറാൻ പ്രസിഡന്റ് ആയിരുന്നു. 36 വർഷവും 6 മാസവുമായി ഇറാൻ്റെ സുപ്രീം ലീഡറായിരുന്നു അയത്തുള്ള അലി ഖമനേയി. ഇറാൻ്റെ നിലവിലെ പ്രസിഡന്റാണ് മസൂദ് പെഷഷ്കിയാൻ. ഇറാൻ്റെ നിലവിലെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ അരീഫ്. ഇറാനിൽ അമേരിക്ക നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. എന്നാൽ ഇറാനിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റോറിംഗ് ലയൺ. ഇറാനിൽ അമേരിക്ക നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റോറിംഗ് ലയൺ. ഇറാൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? മസൂദ് പെഷഷ്കിയാൻ. ഇറാൻ്റെ നിലവിലെ വൈസ് പ്രസിഡന്റാണ് മുഹമ്മദ് റസ അരീഫ്. ഇസ്രായേലിലെ നിലവിലെ പ്രൈം മിനിസ്റ്ററാണ് ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണ് ലിക്വിഡ് പാർട്ടി. ഇത് മുൻപ് PSC ചോദിച്ചിട്ടുള്ളതാണ്. UK പ്രൈം മിനിസ്റ്ററാണ് കീർ സ്റ്റാമർ. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണ് ലേബർ പാർട്ടി. 2025 ജൂണിൽ നടത്തിയ ഓപ്പറേഷൻസ് നോക്കാം. ഇറാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇറാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. എന്നാൽ ഇപ്പോൾ ഇറാൻ്റെ നേരെ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റോറിംഗ് ലയൺ. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ അമേരിക്ക ഇറാനിൽ നടത്തിയ ബോംബിംഗ് ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ അമേരിക്ക ഇറാനിൽ നടത്തിയ ബോംബിംഗ് ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബഷാറത്ത് അൽ-ഫത്ത് ഓർ ഓപ്പറേഷൻ ബഷാറത്ത് ഫത്തേ. ആ പോയിൻ്റ് ഒന്നും കൂടി നോക്കാം. ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബഷാറത്ത് അൽ-ഫത്ത് അല്ലെങ്കിൽ ഓപ്പറേഷൻ ബഷാറത്ത് ഫത്തേ. ഇറാൻ്റെ പുതിയ സുപ്രീം ലീഡറാണ് മൊജ്തബ ഖമേനി. അയത്തുള്ള അലി ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ് മൊജ്തബ ഖമനേയി. താങ്ക് യു.